ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന്. ഞങ്ങള് ഹിന്ദുമതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നേരം 30 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്. ഇത് ടിനു ജോർജ് വാസന്റെ ഒക്കെയാണ് ഇങ്ങനെ വെളിപ്പെട്ട് വന്നാണ്. ഞാൻ അല്ലെങ്കിൽ സാറിനെ ഒന്ന് വിളിക്കണം ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ സാറേ, ടിനു ജോർജ് വാസത്തെ കുറിച്ച് പറഞ്ഞ ആദ്യകാലത്തൊക്കെ നല്ല വ്യക്തിയായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ ദൈവത്തോട് ഇച്ചിരി അടുത്തിരുന്നു. ഇപ്പൊ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഞാൻ എന്റെ ഇച്ചിനായിട്ട് വിളിച്ചതാ. ഞങ്ങള് ഹിന്ദുമതത്തിൽ നിന്ന് വന്ന്. അപ്പൊ എങ്ങനെ ഇയാളുടെ കൂട്ടായ്മയിലായിരുന്നോ? അല്ല 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 ഒരു വലിയ സംഘടന, അത് പേര് പറയില്ല സാറേ. കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഏത് സ്വതന്ത്ര സഭയായാലും മറ്റുള്ള സഭയായാലും എല്ലാം ഒന്ന് തന്നെ. സ്വതന്ത്ര സഭയിൽ ആരുമില്ല ചോദിക്കാൻ. ഇത് മെയിൻ ആളുകൾ ചോദിച്ചാലും വിശ്വാസികൾക്കുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെ. ഞങ്ങൾ വിശ്വാസികളാ. ഇപ്പൊ തോന്നുന്നുണ്ടോ പഴയ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നതായിരുന്നല്ലോ? ഇവന്മാരുടെ കൂടെ പോയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം, ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതും ഈ കൈകൊട്ടിപ്പോയ പരിപാടിക്ക് പോയതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ട് തോന്നുന്നു? നമ്മുടെ കുടുംബം കുളം തോണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കണം. നമ്മുടെ കുഞ്ഞു കൊച്ചങ്ങളായിരുന്നപ്പോ ഞങ്ങൾ പോയതാ. ഒരു ബന്ധു ചോദിച്ചു കൊടുക്കാതെ പോലും ഇവന്മാർക്ക് പൈസ എല്ലാം ഇട്ട് കൊടുത്തു. നമ്മള് ദൈവം പല ഇവന്മാര് ചീർത്ത് വീർത്ത് കൊഴുത്തതല്ലാതെ നിങ്ങൾ നിത്യത്തെ ദാരിദ്ര്യത്തിലേക്ക് കുത്തിയതല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ഞങ്ങൾ അങ്ങനെ തന്നെ 30 കൊല്ലം മുന്നേ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അതേസമയം നിങ്ങൾ ആദ്യമേ കണ്ട പ്ലാച്ചർമാരാണോ ഇവന്മാര്? അല്ല 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 അല്ല. ഇവന്മാർക്കൊന്ന് മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമേ കണ്ട ഇവന്മാരുടെ ഒരു അവസ്ഥ, ഇവന്മാരുടെ ഒരു ഷേപ്പ്. 50 കോടി കാണും ഇവർക്കിടെ കൈക്കിടെ. ഞങ്ങളുടെ മെയിൻ ആളുകൾക്ക് ഞങ്ങൾ നയിച്ചോണ്ടിരുന്നവർക്കിടെ. IPC അല്ലേ? അല്ല അല്ല, ഏജി വെളിപ്പെടുത്തണില്ല. പറയാൻ പാടില്ല. എല്ലാം കറക്റ്റാ സാറേ. പക്ഷെ ഞങ്ങൾക്ക് നമുക്ക് ആദ്യകാലത്താ കിട്ടിയ വിശ്വാസവും പിന്നെ ഇതുപോലെ നമ്മളെല്ലാം അനുഭവിച്ചാൽ ഇത്രയും കാലം നിന്നേ. അതുകൊണ്ട് ദൈവത്തെ വിട്ടുകളയാനും പറ്റൂല. ബൈബിള് വായിക്കാൻ പഠിച്ചോ? ബൈബിള് സത്യം. ഞങ്ങള് ആ പാസ്റ്റർമാരെക്കാളും നമുക്ക് ബൈബിളില് ദൈവം അങ്ങനെ പിന്നെ എന്തിന് ഈ കള്ളന്മാരുടെ പുറകെ പോകുന്നു? വീട്ടിലിരുന്ന് വായിച്ചുകൂടെ? അതെ 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 അതെ. ഞങ്ങളിപ്പോ 5 പൈസ നമുക്ക് ഒരു പൈശാചിക കേന്ദ്രത്തിലും പോകണ്ട. നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ കുടുംബത്തോടും ഒപ്പം വായിക്കുക, നമ്മൾ ദൈവത്തെ വിളിക്കുക. ബൈബിള് സത്യ, ദൈവവചന സത്യ, ബൈബിളും ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പൈശാചികന്മാർ ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബം കുളം തോണ്ടും, നിങ്ങളുടെ വീട്ടിലെ സമാധാനവുമാര് കെടുത്തിക്കളയും. ഇവന്മാരിവിടെ വന്ന് നിങ്ങളുടെ കുടുംബം കുളം തോണ്ടും ഇവന്മാര്. നിങ്ങളുടെ മനസ്സമാധാനം പോവും. അതെ, ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഹിന്ദുക്കളായിരുന്നു. എന്റെ വീട്ടുകാരും ഇല്ല, ഈ വീട്ടുകാരും ഇല്ല. അവങ്ങള് കയറി ചെല്ലാൻ പറ്റുമോ? അതുമില്ല. അല്ലെങ്കിൽ അവരെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായേനെ. ഇവര് ഒരു സഹകരണമില്ല. നമ്മുടെ പൈസ പോയി വീട്ടിൽ മാത്രമേ ഉള്ളൂ. പൈശാചികന്മാർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഓരോ പ്രാവശ്യം നിങ്ങൾ എടുത്തു, സ്തോത്ര കാഴ്ച എടുത്തു, ദശാംശം എടുത്തു, പൈസ ഇതല്ലാതെ എന്തെങ്കിലും ഇവന്മാര് നിങ്ങളുടെ ഇവര് വെറുതെ പ്രാർത്ഥിക്കുന്നതാ. വെറുതെ ആരോടും ഒരു ആത്മാർത്ഥതയില്ല. വിശ്വാസികളോടോ മനുഷ്യരോടോ ഇവരുടെ കുടുംബത്തോട് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥത. ഇവന്മാരുടെ മറ്റുള്ള സ്വഭാവങ്ങളുണ്ട്. ഇവന്മാരെ വീട്ടിൽ കെട്ടാൻ കൊള്ളാവുന്ന പറയണം. എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും ഉള്ളവരുണ്ട് ഇതില്. സാധാരണ മനുഷ്യനില്ല. നമ്മള് കൊള്ളില്ലാന്ന് പറഞ്ഞ മനുഷ്യര് വരെ ഈ പാസ്റ്റർ വേഷം കെട്ടി നിൽപ്പുണ്ട്. വെള്ളയും കറുപ്പിട്ടുണ്ട്. വെറും ആഭാസന്മാര്. സകല തരികടകൾ ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ട് കിടക്കുന്നവർ ഇതിലുണ്ട്. പക്ഷെ പ്രാർത്ഥനയും ഡയലോഗും കണ്ട നാടകം പോലെയല്ലേ ഇവർക്ക്. ഒരു എന്തോ ഓളല്ല, ദൈവമൊന്നുമല്ല, ദൈവാത്മാവൊന്നുമല്ല. എന്നെ പറയാൻ ആഗ്രഹിക്കണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുടുംബം, ഹിന്ദു കുടുംബം. അവരും അവിടെ ഒരു 2-3 പിള്ളേരുണ്ട്. ഒരു നല്ലൊരു പെങ്കൊച്ച, ഒരു പാസ്റ്ററും കുടുംബം വന്ന് കല്യാണം ആലോചിച്ച് നടത്തി. അവന്മാരുണ്ടല്ലോ സാറേ, എന്റെ പൊന്നോ, ചെറുക്കനെ പാസ്റ്ററാ, അവര് കുടുംബമായിട്ട് പാസ്റ്റർ, അപ്പം പാസ്റ്റർ, മോൻ പാസ്റ്റർ, സകല തരികേടുകളും ഉള്ളവൻ. പക്ഷെ വേഷം കെട്ടി വന്നു, ആ കുടുംബത്തിൽ ചതിച്ചു. എന്നിട്ട് എന്റെ സകല വൃത്തികേടുകളും ഭൂമിയിൽ ചെയ്യണത് അവൻ ചെയ്യും. എന്നിട്ട് ആ പെൺകുച്ചിനെ തല്ലി ഇടിച്ച് ഒരു കൊച്ചുമായി. 4-5 മാസം താമസിച്ചുള്ളൂ. അത് അങ്ങ് വീട്ടിലേക്ക് പോന്നു. ആ കുടുംബം ഇവരെ തകർത്തു. ആ വീട്ടുകാർ തകർന്നു. അതോടുകൂടി ആ കൊച്ചിനിങ്ങനെ പറ്റിയോടുകൂടി പാസ്റ്റർ കുടുംബമായിട്ട് വന്ന് വേഷം കെട്ടി വന്ന് കല്യാണം കഴിച്ചതാ. അവന് ഇപ്പൊ മാനസിക രോഗം വരെ ഉണ്ടെന്നാണ് അവർക്ക് മനസ്സിലായത്. എന്നിട്ട് ഒരു കൊച്ചു ഉണ്ടായി, അതിന് അംഗവൈകല്യം ഉള്ളത്. എന്നിട്ട് ആ കൊച്ചിനെ കാണാനോ എടുക്കാനോ വന്നില്ല. 3-3.5 വയസ്സായി ആ കൊച്ചിനെ. ആ വീട്ടുകാരാ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പെണ്ണിനെയും കൊച്ചിനെയും. എന്നിട്ട് അവര് പിന്നെ അത് പറയണില്ല നമ്മള്. എന്നിട്ട് ഇവര് അപ്പനും മോനും കൊല്ലത്തുള്ള ഒരു സഭയിലെ വലിയ പാസ്റ്ററിന്റെ അസിസ്റ്റന്റുമാരായിട്ട് ഇപ്പോഴും അനുഗ്രഹം കൊടുത്ത് സ്റ്റേജിൽ കൂടെ നടക്കുക. ഇപ്പോഴും ഒരു ഉളുപ്പുമില്ല. ജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത എന്നിട്ട് യുവമാരുടെ പുറകെ എന്തുകൊണ്ട് ഇത്രയും ആളുകൾ വീണ്ടും വീണ്ടും പോകുന്നു? ഇതൊന്നും കണ്ട് മനസ്സിലാക്കാതെ. അവന് ആ വ്യക്തിക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവം മാത്രമല്ല, ആ സ്റ്റേജിൽ കയറിയുന്ന ആ നടനം മാത്രമേ ഉള്ളൂ. ആ പെങ്കൊച്ചിനെ തല്ലിക്കൊന്ന് ചതച്ചു. എന്നിട്ട് ഹെഡിന്നൊക്കെ വന്ന് അന്വേഷണം പിടുത്തം ആയിപ്പോ പറയാണ്. എല്ലാവരും പാസ്റ്റർമാർക്ക് സൈഡാ. വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നിയാസം കാണിക്കാനുള്ള മനുഷ്യരാ. അവരെന്തും ചെയ്യാം. അങ്ങനെയാണ് സാറേ. ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച ഈ ഒത്തിരിയായി ആഗ്രഹിക്കുന്നു. സകല തരികടെ കല്യാണ തട്ടിപ്പ് വീരന്മാര് വരെയുണ്ട്. അത് കല്യാണ തട്ടിപ്പായിരുന്നു ആ നടന്നത്. കല്യാണ തട്ടിപ്പ് വീരന്മാര് വരെയുണ്ട് ഈ കൂട്ടത്തില്.
എല്ലാം വെള്ളയും കറുപ്പ് ഇട്ട് വചനവും പറഞ്ഞ് തുള്ളിച്ചാടി ആകാശം മുട്ട ചാടും സ്റ്റേജില്. എന്താ നടത്തുവല്ലേ ഇവര്, എന്തിനു ഈ വേഷം കെട്ടണമെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. 1% പാസ്റ്റർമാരും 1% വിശ്വാസികളും കുറച്ചൊക്കെ ദൈവമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വയറ്റിപ്പഴപ്പിനും ഇവന്മാരുടെ വ്യഭിചാര പരിപാടികൾക്കും വേണ്ടി അത്രേ ഉള്ളൂ. ആ ഒരു ലെവലുള്ളൂ. പുറത്ത് കാണുന്ന ജാടയും ചിരിയും മാത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.